രാജ്യത്ത് ആരോഗ്യരംഗത്ത് ഒന്നാം സ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനത്തിനുള്ളത്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ സംസ്ഥാനം നടത്തുന്ന ഇടപെടലിന്റെ കൂടി ഭാഗമായാണ് ഈ നേട്ടം കേരളത്തിന് നിലനിർത്താനാകുന്നത്. കാണാമിനി കൊടുമൺ പഞ്ചായത്തിന്റെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ OP ബിൽഡിംഗിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിന്റെ റിപ്പോർട്ട്. സന്തോഷമാണ്. കാരണം ഞങ്ങളുടെ പ്രദേശത്ത് ഒരു നല്ല ഹോസ്പിറ്റൽ വളരെ സന്തോഷമാണ്. ചികിത്സയൊക്കെ നല്ല ചികിത്സയാണ്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി മികച്ച ചികിത്സയാണ് ജനങ്ങൾക്ക് ലഭിക്കുന്നത്. 18 വാർഡുകൾ മാത്രമല്ല കൊടുമൺ പഞ്ചായത്തിൽ 7 സബ് സെന്ററുകൾ പ്രവർത്തിക്കുന്നു. ഇതുവഴി ഓരോ പൗരനും സർക്കാർ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുകയാണ്. കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ OP ബ്ലോക്ക് നിർമ്മാണ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. നമ്മുടെ ആശമാരെല്ലാ വീടുകളിലും വന്നിട്ട് കണക്കെടുക്കുന്നുണ്ട്. പ്രമേഹമുണ്ടോ, രക്തസമ്മർദ്ദമുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ തടിപ്പുകൾ വല്ലതും ഉണ്ടോ, വായിൽ ഇങ്ങനെ മുറിവുകൾ വല്ലതും ഉണ്ടോ, ഇതൊക്കെ ക്യാൻസർക്ക് വല്ലതും ഉണ്ടോ, അല്ല പ്രമേഹമുണ്ടെങ്കിൽ ചികിത്സിക്കുന്നുണ്ടോ, രക്തസമ്മർദ്ദം ഉണ്ടെങ്കിൽ ചികിത്സിക്കുന്നുണ്ടോ, ഇനി വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ടാകും, ഡോക്ടറുടെ അടുത്ത് വന്നൊന്ന് കാണണേ, ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അപ്പം നമുക്കൊരു തീരുമാനം എടുക്കാം. 30 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളും ഇവിടെ വന്ന് ഒരിക്കലെങ്കിലും, ഒരു വർഷത്തിലൊരിക്കലെങ്കിലും പരിശോധന നടത്തണം. രോഗങ്ങളില്ല എന്ന് ഉറപ്പാക്കണം. 1,43 ലക്ഷം രൂപയാണ് OP ബ്ലോക്കിന്റെ നിർമ്മാണ ചെലവ്. സ്ഥലം MLA കൂടിയായ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ജനകീയവൽക്കരിച്ചുകൊണ്ട് ഇടത് സർക്കാരിന്റെ ആരോഗ്യമേഖലയിലെ ഇടപെടൽ തുടരുകയാണ്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.